ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. സ്വപ്നങ്ങളുടെ നെയ്ത്തുകാരാണ് പ്രവാചകന്മാർ. അവരകപ്പൊരുള്ള അവർ തുന്നിയ ഭംഗിയുള്ള ലോകക്രമമുണ്ട്, ജീവിതക്രമമുണ്ട്. അത് പരാവർത്തനം ചെയ്യാനായിട്ട് അവർ കണ്ടെത്തിയ മൂർച്ചയുള്ള ഭാഷയുണ്ട്, കവിതയുള്ള ഭാഷ. നമ്മുടെ വ്യവഹാര രീതികൾ അവർക്കും ഉതകുന്നതല്ല. അതുകൊണ്ടായിരിക്കണം ലോകത്തേത് കവിതയേക്കാളും ശ്രേഷ്ഠമായ ആഴമുള്ള അഴകുള്ള വാക്കുകൾ അവർക്കുണ്ടായത്. അത്തരം കവിതയും ധ്യാനവും സമന്വയിക്കപ്പെട്ട വാക്കുകളുടെ സമാഹാരമാണ് ബൈബിള്. അതിൽ നിന്ന് എസെക്കിയേൽ എന്ന ഒരു പ്രവാചകനെ തപ്പിയെടുത്ത് വായിക്കുന്നത് നല്ലത്. അടിമുടി കവിതയിലായിരുന്നു ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത്. തന്നെ വിശേഷിപ്പിക്കാനായിട്ട് അയാൾ കണ്ടെത്തിയ പദം പോലും പുതിയ നിയമത്തിൽ ക്രിസ്തു ഉപയോഗിക്കുന്ന ആ വാക്ക് തന്നെയാണ്, മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലും പഠനത്തിനുമൊക്കെ ആ വാക്കിൻ്റെ പ്രതിധ്വനികൾ പറഞ്ഞാൽ തീരാത്തതാണ്. മനുഷ്യപുത്രൻ എന്താണ്? ഈ മനുഷ്യപുത്രനായ ഈ പ്രവാചകൻ, ഈ കവിയെ തേടി ഇരിക്കുന്ന കാഴ്ചകൾ. ദൈവം അയാളെ ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഭൂമിയെ നോക്കുക. അയാൾ ഭൂമിയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അസ്ഥികളുടെ താഴ്വര. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ ആരും തന്നെ ജീവിക്കണില്ല. ഇത് മരിച്ചവരുടെ നഗരമോ, മരിച്ചവരുടെ താഴ്വര, മരിച്ചവരുടെ ദേശം. കൊമാല എന്നൊരു പദം ലാറ്റിൻ അമേരിക്കൻ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വായനയുള്ളവർക്ക് പരിചിതമായ വാക്കാണ്. മരിച്ചവരുടെ നഗരം. ഭൂമിയെക്കുറിച്ച് പൊതുവെ ഇന്ന് ഉന്നയിക്കുന്ന ഒരാരോപണം ഇതാണ്, ഇത് പതുക്കെ ഇങ്ങനെ മരിച്ചവരുടെ നഗരമായി മാറിക്കൊണ്ടിരിക്കുക. ഗുർജിഫ് എന്ന ഒരു റഷ്യൻ മിസ്റ്റിക്കുണ്ട്. കുറച്ചധികം കാലം അദ്ദേഹത്തിൻ്റെ കൂടെ പാർത്ത ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം എനിക്കെൻ്റെ നഗരത്തെ ഒന്നുകൂടി പോയി കാണണമെന്നുണ്ട്. ഇത്രയും ദിവസങ്ങൾ അയാൾ ധ്യാനത്തിലും മൗനത്തിലൊക്കെ ചിലവഴിച്ചത്. അങ്ങനെ നഗരയാത്രത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നഗരത്തെ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ വലിയവായി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മരിച്ചവരുടെ നഗരമാണ്. മരിച്ചവർ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നു. മരിച്ചവർ തങ്ങളുടെ മരിച്ച കുഞ്ഞുങ്ങളെ യൂണിഫോം ഇടിപ്പിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോകുന്നു. മരിച്ചവർ തെരുവീതിയിൽ നിന്ന് പോപ്കോൺ കഴിക്കുന്നു. മരിച്ചവർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബാർഗെയിൻ ചെയ്യുന്നു. എന്നിട്ട് തൻ്റെ ഗുരുവിനെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മരിച്ചവർ ഈ നഗരത്തിൽ ജീവിക്കുന്ന ഏകയാൾ നിങ്ങളാണ്. മരിച്ചവരുടെ ഈ നഗരത്തിൽ എത്ര പേര് ശരിക്കും ജീവിക്കുന്നുണ്ടാകും? ശ്വാസം ജീവിക്കുന്നതിൻ്റെ അടയാളമായിട്ട് എടുക്കരുത്. ബയോളജിക്കലി ലിവിങ് ആൻഡ് ബയോഗ്രഫിക്കലി ഡെഡ് എന്ന ഒരു വിശേഷണം പോലുമുണ്ട്. ജീവചരിത്രപരമായിട്ട് ജീവിക്കാതെയും ജീവശാസ്ത്രപരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലം. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ വാക്കിൻ്റെ ആ ഗുരുത്വം നമുക്ക് മനസ്സിലാവുക. അസ്ഥികളുടെ താഴ്വര. യേശുവും സമാനമായൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, മരിച്ചവരടക്കട്ടെ. ഒരു മരണ വീട്ടൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതുണ്ടാക്കുന്ന വല്ലാത്തൊരു കറുത്ത ഫലിതമുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ഈ മഞ്ചത്തിൽ കിടക്കുന്ന ഈ വ്യക്തി മാത്രമാണ് മരിച്ചതെന്ന്. അല്ല, പുഷ്പചക്രം അർപ്പിക്കാനായിട്ട് വരുന്ന വളരെ പ്രമുഖരായ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ മരിച്ചവരാണെങ്കിലോ, ഒപ്പീസ് പാടാനായിട്ട് എത്തുന്ന വൈദികൻ മരിച്ചാണെങ്കിലോ, അയാളുടെ മീതെ നെഞ്ചിൽ വീണുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഉറ്റവർ മരിച്ചതാണെങ്കിലോ, ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോഴുള്ള ഫലിതം അതിങ്ങനെ ഓർമ്മിച്ചു തുടക്കുമ്പോൾ ഇല്ലാതെയാവുന്നു. എത്ര പേര് ശരിക്കും ജീവിക്കുന്നുണ്ട്? അപ്പോൾ പ്രവാചകന് ലോകം വെളിപ്പെട്ട് കിട്ടുന്നത് മരിച്ചവരുടെ ഭൂമിയായിട്ടാണ്, മരിച്ചവരുടെ ദേശമായിട്ടാണ്. ഭൂമി മരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ചെറിയ കാലങ്ങളിലൊക്കെ തൊട്ട് കേട്ട് തുടങ്ങിയത്. പാരിസ്ഥിതികമായ ഒരു ഉണർവും പരിസരവുമായി ബന്ധപ്പെട്ട് കവിതകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പുഴ കാണക്കാണ് ഇല്ലാതെയാവുന്നു, മുളങ്കാടുകളില്ലാതെയാവുന്നു, പാറക്കെട്ടുകളില്ലാതെയാവുന്നു, ഒരിക്കൽ പച്ച ഉണ്ടായിരുന്ന ഇടങ്ങൾ മരുഭൂമിയായിട്ട് മാറുന്നു. അങ്ങനെ ഒരു ഭൂമിയുടെ ഒരു മരണം സംഭവിക്കുന്നുണ്ട്. ഭൂമിയുടെ മാത്രമല്ല മരണം സംഭവിക്കുന്നത്, അതിനകത്ത് പാർക്കുന്ന ആ ഇരുകാൽ ജീവി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മനുഷ്യൻ, അവൻ്റെ ആന്തരിക ജീവിതം, അവൻ്റെ ആഭിമുഖ്യങ്ങൾ, ഇതുമൊക്കെ പതുക്കെ മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അസ്ഥികൾ പൂക്കുന്ന താഴ്വര, അത് സ്വപ്നം. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഈ അസ്ഥികൾക്ക് എന്ത് സംഭവിക്കും? ഒരു ദിവസം ഈ അസ്ഥികൾ പൂക്കും, ഈ അസ്ഥികൾ നൃത്തമാടുന്നൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. പക്ഷേ ആ വർത്തമാനകാലത്തെ പ്രതിസന്ധി അത്തരമൊരു പ്രതീക്ഷയിലേക്ക് വകതരുന്നതാണോ? പതുക്കെ ലോകം പ്രവാചകൻ കണ്ട ഒരു 22,500 വർഷം മുമ്പ് പ്രവാചകൻ കണ്ട ആ വാക്കിൻ്റെ ആ മുഴുവൻ ഗുരുത്വം അനുഭവിക്കുകയാണോ? എന്താണ് ഈ അസ്ഥികളുടെ താഴ്വര കൊണ്ട് അർത്ഥമാക്കുന്നത്? കുറഞ്ഞൊരു 4 സൂചനകളെങ്കിലും വേണമെങ്കിൽ ഒന്ന് ധ്യാനപൂർവ്വം എടുക്കാവുന്നതാണ്. ഒന്നിങ്ങനെ
പതുക്കെ പതുക്കെ ലോകം ശിഥിലമായിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയ ഘടകങ്ങൾ, ഞരമ്പ് തൊട്ട് മീതെ ഉള്ള ഈ ചർമ്മം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഈ അസ്ഥികളെ ചേർത്ത് നിർത്തിയിരുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതൊന്നുമില്ലാതെ പതുക്കെ പതുക്കെ ഓരോരുത്തരെയും ഇങ്ങനെ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുക, എൻറ്റിറ്റിയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോരോ വിനിമയ സമ്പ്രദായങ്ങളും മാധ്യമമൊക്കെ ലോകത്തെ ഒരു ഗ്രാമമാക്കി, ആഗോള ഗ്രാമമാക്കി എന്നൊക്കെ നമ്മൾ മേനി പറയുമ്പോഴും ശരിക്കും അതാണോ സംഭവിക്കുന്നത്? സാമുദായികമായ, മതപരമായ, വംശീയമായ, ഭാഷയുമായി ബന്ധപ്പെട്ട എന്തുമാത്രം ചേരിതിരിവുകളാണ് ലോകത്തുണ്ടാവുക. അപ്പോൾ ചിതറപ്പെടുന്ന ലോകക്രമം എന്നുള്ളത് തന്നെയാണ് ഈ അസ്ഥികളുടെ ഒന്നാമത്തെ സൂചന. പതുക്കെ പതുക്കെ മനുഷ്യർ ഹൃദയവിശാലം നേടുകയും പരസ്പരം ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വ്യാസം ഇങ്ങനെ ഒരു മരണക്കിണർ കണക്കിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും മനുഷ്യരിങ്ങനെ കുറയവരായിക്കൊണ്ടിരിക്കുക. മനുഷ്യ ഹൃദയത്തിൻ്റെ അറകൾ ഈ പ്രാവിൻകൂടിൻ്റെ അറകളെക്കാൾ ചെറുതായിക്കൊണ്ടിരിക്കുക. അതിനകത്ത് അവരുടെ മുൻവിധികളുണ്ട്, അവരുടേതായ ചില പ്രത്യേക കൺസേണുകളുണ്ട്. ഇപ്പോൾ ലോകം പതുക്കെ പതുക്കെ ഒരു കെട്ടഴിച്ച് വിട്ട വിറകൂട്ടം കണക്ക് ഇങ്ങനെ ചെതറി വീണുകൊണ്ടിരിക്കുക. ഒരു നാല് നഷ്ടപ്പെട്ട മുത്തുമാല കണക്ക് ചെതറിപ്പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സൂചന അത് തന്നെയാണ്, ഈ ചെതറപ്പെടുന്ന ലോകക്രമം. രണ്ടാമതായിട്ട് സമഗ്രതയില്ലാതെ പോകുന്ന നമ്മുടെ ജീവിതാനുഭവങ്ങൾ. അതും ഇങ്ങനെ ഈ പറയുന്ന എല്ലുകുമാരൻ തന്നെ, ഒന്നിനൊന്നിനോട് ബന്ധമില്ല. ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ ജീവിതത്തെ അത്ര സമഗ്രമാണെന്നൊക്കെ പറയാനായിട്ട് പറ്റുന്ന ബലമുണ്ടോ? ഹോളിനെസ് ഈസ് ഹോൾനെസ് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ വിശുദ്ധമായിട്ടിരിക്കുക എന്ന് പറയുന്നതിന് ഹോളായിട്ടിരിക്കുക. എത്ര പേർക്ക് ചങ്കി കൈവച്ചുകൊണ്ട് അത് പറയാനുള്ള ധൈര്യമുണ്ട്, താനൊരു വളരെ ഹോളായൊരു മനുഷ്യനാണെന്ന്, പൂർണ്ണമായൊരു മനുഷ്യനാണെന്ന്, പരസ്പര ബന്ധമുള്ളൊരു മനുഷ്യനാണെന്ന്? അല്ല, നമ്മളീ പലരും ഒത്തിരി ഇങ്ങനെ സ്പ്ലിറ്റ് ആവുകയാണ്. വേദപുസ്തകത്തിൽ ഈ തിന്മയുടെ ആഘാതത്തിനിരയായ ഒരു വ്യക്തിയോട് യേശു പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നൊരു പേര് ഇതിങ്ങനെയാണ്, ലെജിയോൺ എന്നാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ 100 തരം ആൾക്കാരാണ്. ഓരോരുത്തരിലും ഇങ്ങനെ 100 തരം മനുഷ്യരാണ്. നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ കാണുന്ന നിങ്ങളല്ല, നിങ്ങളുടെ വീട്ടകണക്ക് കാണുന്ന നിങ്ങൾ, സമൂഹത്തിൽ കാണുന്ന നിങ്ങളല്ല, സ്വകാര്യതയിൽ കാണുന്ന നിങ്ങൾ. മനുഷ്യനിങ്ങനെ ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ ചെതറപ്പെട്ടുകൊണ്ടിരിക്കുക. അവനവനിൽ തന്നെ അവനവന് ഇൻറ്റഗ്രിറ്റി അനുഭവിക്കുന്നില്ല. അപ്പോൾ രണ്ടതാ വേദപുസ്തകം ചൂണ്ടിക്കാട്ടുന്ന വലിയൊരു മൂല്യങ്ങളിലൊന്നാണ് ഈ സമഗ്രതയിലുള്ള ജീവിതം. ഇത്തരം ചില സൂചകങ്ങളുമായിട്ടാണ് വേദപുസ്തകം അവസാനിപ്പിക്കുന്നത് പോലും. നമുക്കറിയാം, 153 മത്സ്യം കുരുങ്ങിയിട്ടും പൊട്ടാത്ത വല, അല്ലെങ്കിൽ യേശുവിൻ്റെ തുന്നലില്ലാത്ത അങ്കി. ഇതൊക്കെ സമഗ്രത എന്ന് പറയുന്ന വലിയ സ്വപ്നത്തിന് വേണ്ടി വേദപുസ്തകം കരുതി വെച്ചിരുന്ന വാക്കുകളാണ്. എന്നാൽ നമ്മളാവട്ടെ, നമ്മളിങ്ങനെ പല കഷ്ടങ്ങളായിട്ട് നേരത്തെ ലോകക്രമത്തെക്കുറിച്ച് പറഞ്ഞ കണക്ക് വൈയക്തിക തലങ്ങളിലും അവനവൻ്റെ തന്നെ സ്വകാര്യ തലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുക, ചെതറിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബുദ്ധയെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ബുദ്ധ ടോ ഹീസ് ബുദ്ധ, ടോപ്പ് ഹീസ് ബുദ്ധ, മിഡിൽ ഹീസ് ബുദ്ധ. അയാൾ ഏത് അംശങ്ങളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അയാൾ ബുദ്ധ തന്നെയാണ്. കാൽവരിലെ ബുദ്ധയാണ്, മധ്യത്തിൽ ബുദ്ധയാണ്, ശിരസിൽ ബുദ്ധയാണ്. കടജലത്തെക്കുറിച്ച് പറയുന്ന കണക്കാ. കടജലം എവിടെ നിന്ന് എടുത്താലും ഒന്ന് തന്നെയാണ് നമ്മൾ പറയുന്ന കണക്ക്. പരന്തരപ്പള്ളിയിൽ നിന്ന് എടുത്താലും തുമ്പോളിൽ നിന്ന് എടുത്താലും പൂന്തുറയിൽ നിന്ന് എടുത്താലും കടജലം ഒന്നാണെന്ന് പറയുന്ന കണക്ക് നിങ്ങളുടെ ഏത് അംശങ്ങളിലും നിങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കുമോ? അപ്പോൾ അങ്ങനെയുമുണ്ട് അസ്ഥികൾക്കർത്ഥം. മൂന്നാമതായിട്ട് ഈ വരണ്ടു പോകുന്ന നമ്മുടെ ഒരു ജീവിത ശൈലികളുണ്ട്. ഒരിക്കലുണ്ടായിരുന്ന സ്നിഗ്ധതയോ ഈർപ്പോ ഒന്നും നമ്മൾ പുലർത്തുന്നില്ല. ഡ്രൈ ബോൺ സിംറ്റം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്പിരിച്വൽ ഓതർ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓരോന്നിനകത്തും നമ്മൾ ഒരു കാലത്ത് പുലർത്തിയിരുന്ന ഈർപ്പം നമുക്ക് നഷ്ടമാകുന്നു. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ഒരു വാത്സല്യത്തിൻ്റെ നനവുണ്ടാവുന്നില്ല. അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ആ പ്രണയത്തിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാകുന്നില്ല. അങ്ങനെ എന്തിനകത്തും പതുക്കെ പതുക്കെ കാര്യങ്ങൾ വരണ്ടു തുടങ്ങി. അതിങ്ങനെ ആവർത്തനം കൊണ്ടൊക്കെ സംഭവിക്കുന്നതായിരിക്കാം. പൊതുവേ നമുക്കൊക്കെ ഉള്ളൊരു മൊണോട്ടണസ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ജീവിതക്രമമുണ്ട്. ഓരോ ദിവസവും മറ്റൊരു ദിവസത്തിൻ്റെ സിറോസ്കോപ്പിയാണ്. ഫലത്തിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ആർജവോ നമ്മുടെ ഒരു ആത്മാവോ പങ്കോ ഒക്കെ ഇല്ലാതെ പോകുന്നു. അപ്പോൾ 3 അങ്ങനൊരു സൂചനയാണ്, ഈ വരണ്ടു പോകുന്ന ജീവിതം. അതിന് മീതെ ഇത്തിരി നനവ് ആവശ്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഒരു എണ്ണമയവോ സ്നിഗ്ധതയൊക്കെ ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ കർമ്മങ്ങൾക്ക് പിന്നിൽ ഈ ഈർപ്പമില്ലാത്ത പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചുറ്റുമുള്ള പരിസരം വളരെയേറെ ഭാരപ്പെടുന്നുണ്ട്. ഒരു നനവില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട വിശേഷണം. മരുഭൂമികളുണ്ടാകുന്നത് പുറത്തല്ല,
അകത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആനന്ദ് തൻ്റെ പ്രശസ്തമായ ആ ഗ്രന്ഥത്തിൽ നിരീക്ഷിക്കുന്ന കണക്ക് അകത്തിങ്ങനെ മനുഷ്യൻ ഇങ്ങനെ മരുഭൂമിയായിക്കൊണ്ടിരിക്കുക, വരണ്ടു പോകുന്ന അസ്ഥികൾ. രണ്ടാമതായിട്ട് ഈ പൊടിഞ്ഞു പോകുന്ന അസ്ഥികൾ, ബ്രിട്ടിൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വളരെ വളരെ ദുർബലമാണ് ഈ അസ്ഥികളെന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാൻ പറ്റും. അങ്ങനെ ഓരോരോ കാരണങ്ങൾ, ഓരോരോ വൈകാരികമായ പരിക്ക് പറ്റിയിട്ടുമൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്യപ്പെട്ട നിരാശരായ, ഫ്രസ്ട്രേറ്റഡായ മനുഷ്യരുടെ കാലം. ആ അർത്ഥത്തിൽ ഏതൊരു കാലത്തിനും വഴങ്ങുന്ന ഒരു ബൈബിൾ സൂചനയാണ് അസ്ഥികളുടെ താഴ്വര. ചിതറിപ്പോകുന്ന സമൂഹങ്ങൾ, സമുദായങ്ങൾ, അവനവന് തന്നെ ഇങ്ങനെ ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ പോകുന്ന നമ്മുടെ സ്വകാര്യ ജീവിതം, നനവില്ലാത്ത ജീവിതം, പൊടിഞ്ഞു പോകുന്ന ജീവിതം. ഈ പറയുന്നതിനകത്തൊരു സുവിശേഷമില്ല. ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനായിട്ട് സുവിശേഷകൻ്റെ ഒരു ഇടപെടൽ ആവശ്യമില്ല, അതിൻ്റെ ധർമ്മം ആവശ്യമില്ല. അതിന് ഒരു നിരീക്ഷകൻ മതി, അതിന് ജേർണലിസ്റ്റ് മതി. നിങ്ങളൊരു നല്ലൊരു സോഷ്യോളജി സ്റ്റുഡൻ്റ് ആയാൽ മതി ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനായിട്ട്. ഇതിനകത്തുനിന്നൊരു പ്രതീക്ഷ ആവശ്യമില്ലേ? ആ പ്രതീക്ഷയാണ് എസെക്കിയേലിൻ്റെ ആ പുസ്തകത്തിനകത്തെ ഏറ്റവും ഭംഗിയുള്ള അംശം. പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഈ എല്ലുകളോട് സംസാരിക്കുക, എന്നിട്ട് ഇങ്ങനെ 4 ദിക്കിലേക്ക് നോക്കിയിട്ട് ജീവശ്വാസത്തെ വിളിച്ച് ഈ എല്ലുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ചുറ്റിനും കാലം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഒരു വാക്ക് പോലും നമുക്ക് നല്ലൊരു മനുഷ്യക്രമമായിട്ട് എടുക്കാം. സ്വാഭാവികമായിട്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇതിനകത്ത് പറയുന്നത്. ആ ബ്രെത്ത് ഓഫ് ലൈഫ്, ജീവശ്വാസം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ തന്നെ ഇടപെടലാണ്. മനുഷ്യൻ്റെ സൃഷ്ടി എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. മണ്ണുകൊണ്ട് അവനെ മെനഞ്ഞിട്ട് ദൈവം അവൻ്റെ നാസാരന്ധങ്ങളിൽ ശ്വസിച്ചു. അപ്പോൾ ആ ശ്വാസം എന്ന് പറയുന്ന ഒന്നിനെ വീണ്ടെടുക്കുക എന്നുള്ള, ആ ദൈവികമായ ഇടപെടലിനെ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെ. പക്ഷേ മാനുഷികമായ തലത്തിൽ ഇതിന് ചില പ്രസക്തിയുണ്ട്. ഇങ്ങനെ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന, വരണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതക്രമമുള്ള മനുഷ്യരോട് കുറേ കൂടി സംസാരിച്ചു തുടങ്ങുക, കുറേ കൂടി ഇൻറ്റിമസികൾ ഉണ്ടാവുക. അവരുടെ മീതെ നിങ്ങളുടെ ശ്വാസം തട്ടട്ടെ. ശ്വാസം വീണ് കഴിഞ്ഞാൽ ഏത് അസ്ഥിക്കും ജീവനുണ്ടാകും, ഏത് അസ്ഥിക്ക് മീതെയും മാംസളത ഉണ്ടാകും, ഏത് വരണ്ടതിന് മീതെയും നനവുണ്ടാകും. കുറേ കൂടി മനുഷ്യർ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ശ്വാസം കിട്ടുക. എനിക്ക് പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ദൈവം മനുഷ്യനെ നാസാരന്ധങ്ങൾ ശ്വസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവം മനുഷ്യനെ ഇങ്ങനെ ചുംബിച്ചു എന്ന് കരുതി കഴിഞ്ഞാൽ ഭംഗിയുള്ള വാക്ക്. കാരണം അഗാധമായ ചുംബനങ്ങളിലാണ് ഒരാളുടെ ശ്വാസം വേറൊരാളുടെ മൂക്കിൽ തട്ടുക. അപ്പോൾ കുറേ കൂടി പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർ, പരസ്പരം ചേർത്ത് നിൽക്കുന്ന മനുഷ്യർ, അവരൊക്കെ ഈ അസ്ഥികളുടെ താഴ്വരയിലെ അനുഭവങ്ങളിൽ നിന്ന് കുറുകെ കടക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി ഈ അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ആ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ആ ഭംഗിയുള്ള സൂചന യേശുവിൽ കൂടി വെളിപ്പെട്ട് കിട്ടുന്നു. ലാസറിൻ്റെ ശവകുടീരത്തിന് മുമ്പ് നിൽക്കുന്ന യേശുവിനെ വായിക്കുന്നതിന് മുമ്പായിട്ട് ഈ വേദഭാഗം ഒന്ന് വേദഭാഗം പശ്ചാത്തലമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ലാസറിൻ്റെ ശവകുടീരത്തിൽ സംഭവിക്കുന്ന കാര്യം എന്ത് തന്നെയാണ്? അവൻ്റെ പെങ്ങന്മാർ അവനോട് പറയുന്ന പരാതി ഇതാണ്, ഇത് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസം എന്ന് പറയുന്നതിന് യഹൂദർക്കൊരു പ്രത്യേക ഒരു സങ്കല്പമുണ്ട് എൻ്റെ പുറത്ത്. കാരണം അവർ വിചാരിച്ചിരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞെന്നാൽ ഒരു 3 ദിവസത്തോളം അയാളുടെ പ്രാണം അയാളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ആ 3 ദിവസവും ശവകുടീരങ്ങളിൽ, സമാധികളിൽ കൃത്യമായ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും. എന്നാൽ 3 ദിവസം കഴിയുമ്പോൾ ശരീരം പതുക്കെ ജീർണിച്ചു തുടങ്ങും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ അയാളിന്ന് ആഗ്രഹിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലാസറിൻ്റെ പെങ്ങന്മാർ വളരെ കൃത്യമായിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, ഈ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഈ അസ്ഥികളുടെ മീത് നീ എന്ത് ചെയ്യാനാ? ഈ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന് മീത് നീ എന്ത് ചെയ്യാനാ? യേശു തൻ്റെ ശ്വാസം കൊണ്ട് ലാസറിനെ വീണ്ടെടുക്കുക. ആ ജീവശ്വാസമെന്നോ സ്നേഹശ്വാസമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. കാരണം വലിയ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് സമാധിയുടെ മുമ്പിലുള്ള അവൻ്റെ കരച്ചിലിനെ വേദപുസ്തകം അടയാളപ്പെടുത്തുക. തൻ്റെ സ്നേഹിതൻ മരിച്ചെന്ന് പറയുമ്പോൾ യേശു ഇങ്ങനെ കരഞ്ഞതായിട്ട് വേദപുസ്തകം പറയുന്നു. അവൻ്റെ കാലം അവനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നോക്കണം അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ആ വലിയ സ്നേഹത്തിന് ശേഷം, ആ വലിയ സ്നേഹത്തിൻ്റെ അടയാളത്തിന് ശേഷം ഇതാ മൃതന് മീതെ യേശുവിൻ്റെ നിശ്വാസം വരികയാണ്, ലാസറെ പുറത്തു വാ. ലാസർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായമായിട്ടുള്ളവനെന്ന്. ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെടാൻ പോവുകയാണ്. ദൈവത്തെ മാത്രം ഡിപ്പെൻഡായിരിക്കുന്ന, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾക്കകത്ത് വിടുതൽ കിട്ടിയ ഒരു മനുഷ്യൻ, ഏറ്റവും ഭംഗിയുള്ള ഒരാൾ പുറത്തു വരികയാണ്. അപ്പോൾ മൃതനായ ഈ മനുഷ്യൻ്റെ ആ ഉടലിലേക്ക്, നിർജീവമായ ഉടലിലേക്ക്, ജീർണിച്ചുടങ്ങിയ ഉടലിലേക്ക് പതുക്കെ ജീവൻ്റെ നടനം ആരംഭിച്ചു.
അയാൾ പുറത്തു വരുന്നു. ഈ ഭാഗം നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. ആ അധ്യായത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ 2 നിർദ്ദേശങ്ങൾ യേശു പറഞ്ഞത്, ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഒന്ന് യേശു പറഞ്ഞു, ഈ മൂടിക്കല്ല് മാറ്റാം. ഏതൊരു അത്ഭുതത്തിന് മുമ്പായിട്ട്, ഏതൊരു ഇടപെടലിന് മുമ്പായിട്ടും ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് ചില കല്ലുകൾ മാറ്റേണ്ടതുണ്ട്. വലിയ ജീവൻ്റെ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ എന്തുമാത്രം കല്ലുകളാണ് ഉള്ളിൽ കൊണ്ട് നടക്കുക. കുറ്റബോധത്തിൻ്റെ കല്ല്, നിരാശയുടെ കല്ല്, എന്താ ഈ കല്ലുകൾക്കൊരു പിടുത്തമില്ല. മറക്കാത്തതിൻ്റെയും പൊറുക്കാത്തതിൻ്റെയും കല്ല്. വലിയ അത്ഭുതങ്ങൾ ചെയ്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഈ കല്ല് കൂടി ഇങ്ങനെ ഉരുണ്ടു പോകുക എന്നുള്ളതാണ് അതിനകത്ത് സംഭവിക്കാവുന്ന ഏറ്റവും ചെറിയ കാര്യം. എന്നിട്ടും ഇത്രയും വലിയ ജീവൻ്റെ കുഴലൂത്തിന് മുമ്പായിട്ട് യേശു എന്തുകൊണ്ടായിരിക്കണം ഈ കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞത്? നോയമ്പ് അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിന് നിരക്കാത്ത ചില കല്ലുകൾ എടുത്തു മാറ്റാനുള്ള സമയമാണ്. കുറേ കൂടി ഭാരമില്ലാത്തൊരു ജീവിതം നമുക്ക് അർഹതപ്പെട്ടതാണ്. ഇസ്ലാം പാരമ്പര്യങ്ങളിലൊക്കെ പറയുന്ന പക്ഷിമാനസം എന്ന് പറഞ്ഞ ഒരു പ്രതീകം കുറച്ചുകൂടി ധ്യാനത്തിന് വെച്ചാൽ നല്ലതാണ്. എന്താ പക്ഷിമാനസം എന്ന് പറയുന്നത്? ലൈറ്റ് വെയ്റ്റഡ് എക്സിസ്റ്റൻസാണ്. പറക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്. എന്നിട്ടിങ്ങനെ ഓരോരോ കെട്ടുകളിലും ഓരോരോ കുരുക്കുകളിലും ഓരോരോ ഭാരങ്ങളിലും ഒക്കെ കുരുങ്ങി അവരുടെ ചിറകൾക്ക് എന്നാ പറ്റി? അവർ കണ്ടെത്തേണ്ട ആകാശങ്ങൾക്ക് എന്നാ പറ്റി? പിന്നെ സ്വാഭാവികമായിട്ട് അടുത്ത വരി കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. പുറത്തേക്ക് ഈ മനുഷ്യൻ വരുമ്പോൾ യേശു തൻ്റെ കാലത്തോട് പറയുകയാണ് അവൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുക. രണ്ടും നമ്മുടെ മെഡിറ്റേഷനൊക്കെ നല്ല. ഒന്ന്, വ്യക്തി തന്നെ അയാളുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റേണ്ട കല്ല്. 2, വ്യക്തിയുടെ മീതെ സമൂഹം സൃഷ്ടിച്ചിട്ട് ചില ചരടുകളെ പൊട്ടിച്ച് കളയുക. എല്ലാ ചരടുകളും പൊട്ടിച്ച് കളയുക. വേദപുസ്തകം പറയുന്നുണ്ടല്ലോ, എന്താണ് എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം? വിശേഷിച്ചും അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം? എല്ലാ നുഖങ്ങളും എടുത്തു മാറ്റുന്നതാണ് എനിക്ക് പ്രിയപ്പെട്ട ഉപവാസം. മനുഷ്യന് മീതെ മനുഷ്യൻ കൊടുക്കുന്ന ഭാരങ്ങൾ, മനുഷ്യന് മീതെ മനുഷ്യൻ ഉണ്ടാക്കുന്ന ചങ്ങലകൾ ഒക്കെ പൊട്ടിച്ച് കളയാനായിട്ടുള്ള ഒരു കുഞ്ഞ് ഓർമ്മപ്പെടുത്തലായിട്ട് ഈ വേദഭാഗത്ത് ഉപയോഗിച്ചാൽ നല്ലതാണ്. ടാഗോറിൻ്റെ കവിതയിൽ പറയുന്ന കണക്ക്, ഞാനിങ്ങനെ ആർക്കോ വേണ്ടി ഇങ്ങനെ ചങ്ങല പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ കണ്ണുകളിങ്ങനെ കൂട്ടിച്ചേർക്കുകയായിരുന്നു. പക്ഷേ ആ ചങ്ങലയുടെ പണി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ തന്നെ ബന്ധനത്തിലായിരിക്കുന്നത്. ഓരോരുത്തരും പരസ്പരം ചെയ്യുന്ന ചരടുകൾ, പരസ്പരം കെട്ടുന്ന ചരടുകൾ കുറേ കഴിയുമ്പോൾ മനസ്സിലാകുന്നു അവർ തന്നെ അതിൻ്റെ ഇരകളായിട്ട് മാറും. കണ്ട വിചാരത്തെ ഒന്ന് വേഗത്തിലൊന്ന് ക്രോഡീകരിക്കുകയാണ്. 2 വേദപുസ്തക ഭാഗങ്ങളെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം, 2 യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം. 2-നകത്തും പൊതുവായിട്ടുള്ളൊരു ശബ്ദം മുഴങ്ങുന്നുണ്ട്, മനുഷ്യപുത്രൻ. ആദ്യത്തേത് പ്രവാചകന് കിട്ടിയ ദർശനമാണ്. 2-മത്തേത് മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. യേശു മരിച്ചവന് മീതെ ഊതുമ്പോഴാണ്, അവൻ്റെ മീതെ തൻ്റെ സ്നേഹനിശ്വാസം കൊടുക്കുമ്പോൾ അവൻ എന്തുമാത്രം അർത്ഥപൂർണ്ണമായിട്ട് ജീവിച്ചതിൻ്റെ വലിയ അടയാളം. യേശുവിൻ്റെ മരണത്തിനൊരു കാരണം പോലും ലാസറിൻ്റെ ഈ 2-ാം വരവാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. കാരണം ആ ഭാഗം അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം അവനെ കൊല്ലാനായിട്ട് അവർ കൂടുതലായിട്ട് ശ്രമിച്ചു. അങ്ങനെയെങ്കിൽ സ്നേഹിതന് കൊടുത്ത ഈ വലിയ ജീവൻ്റെ വരപ്രസാദം, ഈ വലിയ ജീവൻ്റെ അനുഭവമായിരിക്കാം യേശുവിൻ്റെ മരണത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം. വെറുതെ അല്ല യേശു ഇങ്ങനെ പറഞ്ഞത്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല.